ഇന്നത്തെ വീഡിയോ കപ്പ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു സ്പെഷ്യൽ സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ കപ്പ കൊണ്ടുണ്ടാക്കിയതെന്നൊക്കെ പറയുമ്പോൾ ചിലർക്കെങ്കിലും തോന്നും കപ്പ കൊണ്ടുണ്ടാക്കിയതല്ല ഇത്രയൊക്കെ ടേസ്റ്റ് ഉണ്ടാവുമെന്നൊക്കെ. പക്ഷേ ശരിക്കും നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു വെറൈറ്റി ടേസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല, വെറും കപ്പ മാത്രം മതി. പിന്നെ നമ്മൾ അടുക്കളയിൽ ഡെയിലി യൂസ് ചെയ്യുന്ന 1-2 ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്വീറ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനൊരു ചെറിയ കപ്പയുടെ പീസ് എടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് ചെറുതായിട്ടൊന്ന് കൊത്തി നുറുക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ വെജിറ്റബിൾ സ്ലൈസറിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കുകയും ചെയ്യാം. പക്ഷെ ഞാൻ കുറച്ചുകൂടെ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരച്ചെടുക്കാമെന്ന് വെച്ചത്. ഇതെല്ലാം ഇവിടെ കൊത്തി നുറുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി, അതായത് നന്നായിട്ട് അങ്ങ് അരയണമെന്നില്ല, പക്ഷെ എന്നാൽ കഷ്ണങ്ങൾ ഉണ്ടാവാനും പാടില്ല. ആ ഒരു തരത്തിൽ അരച്ചെടുക്കാം. ഇനി നമുക്കിതിലുള്ള വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചെറിയൊരു കോട്ടൻ്റെ തുണി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഈ ഒരു തുണിയിലോട്ട് മാറ്റി കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതിന് പകരം അരിപ്പയിൽ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. പക്ഷെ ഞാൻ കുറച്ചുകൂടി ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തുണിയിൽ വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചേ. ഒരുവിധം വെള്ളമൊക്കെ അങ്ങ് പോന്ന് കിട്ടുമല്ലോ. നമ്മളിത് തുണിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്നങ്ങ് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കപ്പയിൽ നിന്ന് അതിൻ്റെ വെള്ളമൊക്കെ മാറ്റി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു വെള്ളം നമുക്ക് വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്കിതുകൊണ്ട് പുഡിങ്, പായസം, അങ്ങനെ പല ഡിഷസ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്കതങ്ങ് മാറ്റി വെക്കാം. ഇനി നമ്മുടെ ബാക്കിയുള്ള ഈ പാർട്ട് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് നമ്മുടെ സ്നാക്ക് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ നമുക്കതൊരു ബൗളിലോട്ട് മാറ്റാം. എന്നിട്ട് അതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഏകദേശം 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ജീരകം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റാം. അപ്പോൾ നമുക്ക് ബോൾസ് തന്നെ ആക്കണമെന്നില്ല, വെറൈറ്റി ഷേപ്പിലൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 ഷേപ്പിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ബോൾസൊക്കെ ആക്കിയിട്ട് ചെയ്യുമ്പോൾ ചെറുതാക്കിയിട്ട് ചെയ്യുന്നതാവും കേട്ടോ കുറച്ചുകൂടെ ബെറ്റർ. കാരണം പെട്ടെന്ന് നമുക്ക് കുക്കായി കിട്ടാനും അതാവും കുറച്ചുകൂടെ സുഖം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു 2 ഷേപ്പിൽ ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ സ്റ്റൗ ടോപ്പിൽ ഒരു പാനിൽ കുറച്ച് ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഫ്ലെയിം സിമ്മിലാക്കി വെക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ പുറം വശം കരിഞ്ഞും പോവും, ഉൾവശം കുക്കാവില്ല. നമ്മളെപ്പോഴും ഫ്ലെയിം സിമ്മിലാക്കാം കേട്ടോ. ഒരു വശം ഒന്ന് ബ്രൗണിഷായി വരുമ്പോഴേക്ക് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്സൊക്കെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങളിത് റെഡിയാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ഇത്രയും ഡാർക്ക് ബ്രൗൺ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടതില്ല കേട്ടോ. ഇതിൻ്റെ തൊട്ട് മുന്നിലൊരു ബ്രൗൺ സ്റ്റേജിൽ തന്നെ നമുക്ക് ഈ ഒരു സ്നാക്സിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറംവശം നന്നായിട്ടങ്ങ് ക്രിസ്പി ആയി പോകും. ഉൾവശം സോഫ്റ്റ് തന്നെയാണ്, പക്ഷേ പുറംവശം നന്നായിട്ടങ്ങ് ക്രിസ്പി ആയി പോകും. അപ്പോൾ കുറച്ചുകൂടെ തൊട്ട് മുന്നത്തൊരു സ്റ്റേജിൽ അങ്ങ് മാറ്റിയെടുക്കുന്നതാവും കുറച്ചുകൂടെ ബെറ്റർ. നമുക്കിത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് തനിയെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഒരു ജീരകത്തിൻ്റെ ഫ്ലേവറൊക്കെ വരുമ്പോൾ വേറൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. ഒരിക്കലും നമ്മൾ കപ്പ കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറയൂല കേട്ടോ അത് കഴിക്കുമ്പോൾ. അപ്പോൾ ഏകദേശം ഞാനൊരു 7 to 8 മിനിറ്റ് എടുത്തു കേട്ടോ ഇതൊന്ന് കുക്കായി കിട്ടാനായിട്ട്. ഫ്ലെയിം സിമ്മിലിട്ടിട്ട് പിന്നെ ഞാനിതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ കുറച്ച് ശർക്കര മെൽറ്റ് ചെയ്തിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മധുരം വല്ലാതെ ഇഷ്ടപ്പെടാത്തവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് നിർത്താം. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ മധുരം കുറച്ചുകൂടെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് കൂടെ ഫോളോ ചെയ്യാം കേട്ടോ ഇതിൻ്റെ കൂടെ. അപ്പോൾ അതിനായിട്ട് ഞാനിത് 2 ശർക്കര എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് വെള്ളവും ഒരു 2
ഏലക്കായ ചതച്ചതൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ചുമ്മാ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു സ്ക്വയർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ഇതിൻ്റെ മുകളിലൂടെ ഒന്നങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് കഴിക്കുമ്പോൾ ഒരിക്കലും കപ്പ കൊണ്ട് ഉണ്ടാക്കിയതാണെന്നൊന്നും പറയൂല കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ വീട്ടിൽ ഇനി കപ്പയൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ജസ്റ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.